ഇതൊരു കേവലം ഒരു കെട്ടിടം മാത്രമല്ല. ഒരു ആശുപത്രിയിൽ ഏതെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നു എന്നാണ് നാം കാണേണ്ടത്. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, എക്സ്റേ മെഷീനുകൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിൽ 171 കിടക്കുകളുണ്ട്, 4 ഓപ്പറേഷൻ തിയേറ്റർ, അത്യാഹിത വിഭാഗം പ്രവർത്തിക്കും, 4 ലേബർ റൂമുണ്ട്, 12 OP-കളുണ്ട്. ഇതിനെല്ലാം പുറമെ വിവിധ മെഡിക്കൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ സഹോദരിമാർക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഒരു പുതിയ സംവിധാനം ഇവിടെ ഒരുക്കിയതാണ്. ഡിജിറ്റൽ മാമോഗ്രാം സംവിധാനമാണ്. അതിനെ സഹായിച്ചത് ഗെയിൽ കമ്പനിയാണ്. ഗെയിൽ നമുക്കറിയാലോ, അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ വാങ്ങാനായത്. സ്തനാർബുദം പോലുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിന് മാമോഗ്രാം പരിശോധന ആവശ്യമാണ്. ചെലവേറിയതാണ് ഈ സാങ്കേതിക വിദ്യ. പൊതുജനാരോഗ്യ മേഖലയിൽ ഇത് ലഭ്യമാകുന്നതോടെ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാവുക. നമ്മുടെ ഗെയിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അത്തരം സ്ഥാപനങ്ങൾ ആരോഗ്യ സംരക്ഷണ ദൗത്യത്തിൽ കൈകോർക്കുന്നത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, ഇന്ന് നടക്കാൻ പോകുന്നൊരു കാര്യം, ദീർഘവീക്ഷണത്തോടെയുള്ള മറ്റൊരു വലിയ ചുവടുവെപ്പ് HPV വാക്സിൻ വിതരണമാണ്. അത് സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ പ്രധാന അർബുദ രോഗമാണ് ഗർഭാശയഗള ക്യാൻസർ. ഇത് പ്രതിരോധിക്കാനുള്ള ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ് HPV വാക്സിൻ. കേരളത്തിലെ +1, +2 വിദ്യാർത്ഥിനികൾക്ക് ഈ വാക്സിൻ നൽകുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടത്താൻ പോവുകയാണ്. കണ്ണൂരിലെ പൈലറ്റ് അടിസ്ഥാനത്തിൽ HPV വാക്സിൻ വിതരണമാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സംസ്ഥാനമാകെ ഈ പദ്ധതി വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഇതൊന്നും ശരിയല്ലേ, ഇതെല്ലാം തട്ടിപ്പാണ് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കുക എന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒഴിച്ചുകൂടാത്തതാണ്. അതുകൊണ്ടാണ് സർക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ തോതിൽ മുൻതൂക്കം കൊടുക്കുന്നത്. വരും തലമുറയെ ഈ മാരക രോഗത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് HPV വാക്സിനേഷൻ എല്ലാ രീതിയിലും സഹായകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സംസ്ഥാനത്തെ എല്ലാ +1, +2 വിദ്യാർത്ഥിനികളും ഈ വാക്സിനേഷൻ സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.